ഹലോ ഫ്രണ്ട്സ്, നമുക്കിതുവരെ ആരും ചെയ്യാത്ത ഒരു ഫ്രഷ് ഐറ്റം ചെയ്താലോ? ഒരു പ്രൊഡക്റ്റീവ് ഫീവർ ഡേ ഇൻ മൈ ലൈഫ്. ആ ഒരു ക്യാപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എനിക്ക് നല്ല പനിയുണ്ട്, ഒട്ടും കുറയില്ല. 1.5 ആഴ്ച കൊണ്ട് നല്ല പനിയാണ്. മാറും കൂടും കൂടും കുറയും ഒക്കെ ആയിട്ട് അങ്ങ് നിൽക്കുകയാണ്. രാവിലെ എണീറ്റു, മുഖം കഴുകി, പല്ലൊക്കെ തേച്ച് ഫ്രഷായി വന്നിരിക്കുകയാണ്. എന്നിട്ട് നല്ല തൊണ്ടയടപ്പുണ്ട്, ഒട്ടും സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. ഈ ഒരു വോയിസ് ഓവർ ചെയ്യുമ്പോഴും എനിക്ക് നല്ല പനിയുള്ളൊരു സമയം തന്നെയാണ്. അധികം സമയം സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ചുമ വരും. അപ്പോഴത്തേക്ക് വാപ്പ ചായ എടുത്തിക്കൊണ്ട് തന്നു. ചായ കുടിച്ചപ്പോഴത്തേക്ക് നമുക്ക് നല്ല പൊള്ളി, നല്ല അടിപൊളിയായിട്ട് പൊള്ളി. എന്നാലും കുഴപ്പമില്ല, തൊണ്ടയിലെ ആ ഒരു ആശ്വാസമുണ്ട്. അങ്ങനെയാണെന്ന് കഴിച്ചു. എത്ര പനിയായാലും എനിക്കൊരു കുറവുമില്ല. ഈ ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഇട്ടേക്കുന്നത് ചീമനെല്ലിക്ക് ഉപ്പിലിട്ടയാണ്. അന്നേരം എനിക്ക് ചീമനെല്ലിക്ക് ഉപ്പിലിട്ടതാണ് കേട്ടോ ഇഷ്ടം. ഞാനീ കാണിച്ചിരുന്നത് ഞാൻ കാലിഗ്രാഫി പഠിച്ചപ്പം കുറച്ച് ചിങ്ക് തറയിൽ വീണു. ഇതുവരെ ഉമ്മ കണ്ടില്ല. ഞാൻ തല തിരിച്ചിട്ടിരുന്ന് എഴുതി, ആരാണോ എന്തോരം നേരെ ഇട്ടത്. ഉമ്മ കാണണ്ട, ഒന്നും കൂടി എടുത്തങ്ങ് തല തിരിച്ചിട്ടാൽ മതി. അന്നേരം എനിക്ക് ഒരു ചീമനെല്ലിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം നിങ്ങളുടെ നാട്ടിൽ ഇതിന് ചീമനെല്ലിക്ക എന്നാണോ അതോ അരനെല്ലിക്ക എന്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഇവിടെ അരനെല്ലിക്ക, ചീമനെല്ലിക്ക എന്നൊക്കെ പറയും. അന്നേരം ഈ ഒരു ചെറിയ കുരു ഉണ്ട് ഇതിനകത്ത്, നമ്മുടെ നെല്ലിക്കയ്ക്കുള്ള ഇതേ കൂട്ടത്തൊരു കുരു. പിന്നെ ഈ ഒരു ചീമനെല്ലിക്കയ്ക്ക് നല്ല പുളിയുണ്ട് കേട്ടോ. ഈ ഒരു പുളി നമ്മുടെ ആ ഒരു പുളി എരിയും കൂടി നമ്മുടെ ആ ഒരു പനി പിടിച്ചിരിക്കും നമ്മുടെ തൊണ്ടയ്ക്കകത്തോട്ട് ചെല്ലുമ്പോൾ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു കുപ്പി മൊത്തം തിന്ന് തീർത്തു. ഇനി 2-3 കാന്താരിയും കണ്ട് കിടപ്പുണ്ട്. എൻ്റെ അനിയൻ വന്ന് നോക്കിയിട്ട് പറയുക, എന്തിനാടി ആ കാന്താരിയും കൂടി വെച്ച് അതും കൂടി അങ്ങ് തിന്ന് തീർത്തുവിടായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞിട്ട് കെട്ടിയൊക്കെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒട്ടിച്ചങ്ങ് വിട്ടു. പിന്നെ അപ്പോഴത്തേക്ക് ഉമ്മിച്ച നല്ല ഇടിയപ്പവും കിഴങ്ങ് പൊട്ടറ്റോ കറിയാണ്. എന്താ പറയുക, ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇതൊരു സംഭവമാണ് ഈ തേങ്ങ. അപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ പണി കിട്ടി. കൈയൊന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. പിന്നെ ഉമ്മിച്ച എനിക്ക് ചോറ് വാരി തന്നു. പിന്നെ എനിക്ക് വെള്ളം കുടിക്കാൻ നല്ല മടിയായതുകൊണ്ട് വാപ്പിച്ചത് ഈ ഒരു കുപ്പിയും കൂടി എനിക്ക് വാങ്ങിച്ചു തന്നു കേട്ടോ. ഈ ഒരു കുപ്പിയുടെ ലിങ്ക് വേണമെങ്കിൽ തറയിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് കഴിച്ചേക്കാം കേട്ടോ. ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള കുപ്പി തന്നെയാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, കാരണം എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റായി, ഞാൻ ഇത്തടങ്ങ് പോവാണ്. ഇനി ഞാനൊരു 8:30 ആകുമ്പോഴത്തേക്കാണ് വരുള്ളായിരിക്കും. പിന്നെ വീഡിയോ ഒന്നും എടുക്കണ്ടല്ലോ. പിന്നെ നൈറ്റ് ഞാൻ കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്. അതിലൊന്നും വീഡിയോ ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ. അതായത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളടുത്ത് പറയട്ടെ. നമുക്കിനി 50 സബ്സ്ക്രൈബേഴ്സും കൂടി ആയി നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബ് ആവും. അന്നേരം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അന്നേരം നമ്മുടെ ചാനൽ ഒരുപാട് ഡൗൺ ആണ്. അന്നേരം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് 1K ആക്കാൻ കഴിയുള്ളൂ. ഒരു 50 സബ്സ്ക്രൈബർ. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ടു ആൾ മൈ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് മൈ വ്യൂവേഴ്സ്. അന്നേരം ഞാൻ പോയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.